Hi, good morning. How are you? I think you all fine and you are safe in your home. Okay. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ നയൻത്തിലെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് അല്ലേ ഫസ്റ്റ് യൂണിറ്റ് ആസ്പയർ ടു വിൻ അല്ലേ ആസ്പയർ ടു വിൻ എന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, നമ്മളതിൽ ഏകദേശം രണ്ട് പാസേജ് ഇപ്പോൾ കഴിഞ്ഞു അല്ലേ, രണ്ട് പാസേജ് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് പാസേജ്. ഓക്കെ, നെക്സ്റ്റ് പാസേജ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അതിന് മുമ്പ് സാറിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ക്ലാസ് ഇടുന്ന അന്ന് അതല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് ഈ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് അയച്ചു തരണം. ആ നോട്ട് അയച്ചു തരാൻ ഡിലേ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ മാർക്ക് ചെയ്യും. നമ്മൾ ഹോം വിസിറ്റ് നടത്തുന്ന സമയത്ത് ആ മാർക്ക് ചെയ്യുന്ന ആളെ വീട്ടിലേക്കാണോ ഞാൻ വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തുകൊണ്ടായിരുന്നു അത് നോട്ട് അയക്കാമെന്ന് ഞാൻ ചോദിക്കില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാനത് അറിഞ്ഞിട്ടില്ല കേട്ടോ, എന്നോട് ആരോ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ജെന്യൂനായ റീസൺ ഉണ്ടെങ്കിൽ, നോട്ട് അയക്കാൻ പറ്റാത്ത റീസൺ നിങ്ങളുടെ വീട്ടിലില്ല അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ മുൻകൂട്ടി പറയണം. ഓക്കെ, യെസ്. ദെൻ ദ തേർഡ് പാസേജ്. ഇപ്പോൾ നമ്മൾ തരുണിൻ്റെ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. ഓക്കെ, തരുൺ എന്താണ് നല്ല ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ട്രെയിനിങ്ങിനുള്ള ആ എമൗണ്ട് ഇല്ല, ക്യാഷ് ഇല്ല, ഫീ ആരെ കയ്യിൽ കൊടുക്കാനില്ല, തരുണിൻ്റെ ഫാമിലിയുടെ അടുത്ത് കൊടുക്കാനില്ല എന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് പാസേജ്. When Tarun failed in his terminal examinations, his father was very angry with him. His friends too made fun of him. It was a day he wanted to wipe out from his memory, and so he took to running. He ran all around the park. The sun beat down to check his rage, but nothing could stop Tarun. After about an hour, he was fully exhausted, and his fury having subsided, he threw himself on a bench and started panting heavily. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ പാസേജ്. ലിസൺ. When Tarun failed in his terminal examinations, his father was very angry with him. ടെർമിനൽ എക്സാമിനേഷൻസിൽ ടറുൺ ഫെയിലായ സമയത്ത് തൻ്റെ ഫാദർ എന്ത് ചെയ്തു? His father was very angry with him. തൻ്റെ ഫാദർ തന്നോട് നന്നായിട്ട് ദേഷ്യപ്പെട്ടു. ഹിസ് ഫ്രണ്ട്സ് ടു, തൻ്റെ ഫ്രണ്ട്സും അല്ലേ, ഫ്രണ്ട്സ് എന്താ ചെയ്തത്? മേഡ് ഫൺ ഓഫ് ഹിം, തന്നെ കളിയാക്കി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ എക്സാമിന് തോറ്റു എന്ന് വിചാരിക്കാം. ആ തോറ്റ നിങ്ങൾ ഓൾറെഡി നിങ്ങളെ ഫാദറുടെ കയ്യിൽ നിന്ന് വഴക്ക് കൊണ്ടുപോവുകയാണ് അല്ലേ. ഫാദറോ മദറോ ആരാച്ചായിക്കോട്ടെ, അവരുടെ അടുത്ത് എന്ത് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് വഴക്ക് പറഞ്ഞു, നിങ്ങൾ നന്നായിട്ട് ചീത്ത പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സും എന്ത് ചെയ്തു? നിങ്ങളെ കളിയാക്കി. അയ്യേ എക്സാമിന് മാർക്ക് കുറഞ്ഞില്ല എന്ന് പറഞ്ഞാണ് കളിയാക്കുകയും ചെയ്തു. ഓക്കെ, ഹിസ് ഫ്രണ്ട്സ് ടു മേഡ് ഫൺ ഓഫ് ഹിം. തൻ്റെ ഫ്രണ്ട്സും എന്ത് ചെയ്തു? തന്നെ കളിയാക്കി. ഫൺ ഓഫ് ഹിം, ഫൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കളിയാക്കാന്നാണ് കേട്ടോ, ഫൺ ഓഫ് ഹിം. ഇറ്റ് വാസ് എ ഡേ ഹി വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി. ഇറ്റ് വാസ് എ ഡേ, അതാ ദിവസമായിരുന്നു. ഏത് ദിവസം? ഹി വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി. താൻ കളിയാക്കപ്പെട്ട തൻ്റെ ഫാദറിൻ്റെ അടുത്തുനിന്ന് വഴക്ക് കിട്ടിയ ആ ഡേ അവൻ എന്ത് ചെയ്യണം? തൻ്റെ മെമ്മറിയിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യണം. വൈപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മായ്ച്ചു കളയണം. ആൻഡ് സോ ഹി ടുക്ക് ടു റണ്ണിങ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവന് ഓടാൻ തുടങ്ങി. ഇപ്പോൾ ചില ആളുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ചില ആളുകൾക്ക് നമ്മുടെ മനസ്സിലുള്ള ഫീലിങ്സ് മറക്കാൻ, ഫീലിങ്സ് ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? അവരുടെ ബോഡി ഒന്ന് വാമാക്കും അല്ലേ. ഇവിടെ തരുൺ എന്താ ചെയ്തത്? തനിക്കാ വന്നിട്ടുള്ള വിഷമങ്ങളൊക്കെ അല്ലേ മാറാൻ വേണ്ടി തരുൺ എന്താ ചെയ്തത്? തരുണ് തൻ്റെ വിഷമങ്ങൾ മാറാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു? ഓടാൻ തുടങ്ങി, റൺ ചെയ്തു. ഹി റൺ ഓൾ അറൗണ്ട് ദ പാർക്ക്. ആ പാർക്ക് മുഴുവനും എന്ത് ചെയ്തു? അവന് ഓടി. The sun beat down to check his rage, but nothing could stop Tarun. The sun beat down. സൂര്യൻ വന്ന് നോക്കുന്നുണ്ട് അല്ലേ. സൂര്യൻ വന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ ഉദിച്ചിരിക്കുന്ന സമയത്ത് തരുൺ എന്ത് ചെയ്യുന്നത്? തരുണ് ഓടുന്നത്. The sun beat down to check his rage. Rage എന്ന് പറഞ്ഞാൽ എന്താണ്? Rage.
രുദ്രകോപം എന്ന് മലയാളത്തിൽ പറയും. എന്താ പറയുക? രുദ്രകോപം, റേജ്. വേണമെങ്കിൽ നമുക്ക് വയലൻ്റ് ആങ്കർ എന്ന് ഇംഗ്ലീഷ് പറയാം. വയലൻ്റ് ആങ്കർ. ദ ഇംഗ്ലീഷ് മീനിങ് ഓഫ് ദ വേർഡ് റേജ് ഈസ് വയലൻ്റ് ആങ്കർ. രുദ്രകോപം എന്ന് മലയാളത്തിൽ പറയും. എന്താണ് ഇപ്പോൾ തരുണിൻ്റെ തരുൺ എത്രമാത്രം ദേഷ്യപ്പെട്ട് നിൽക്കുകയാണെന്നില്ല സൂര്യൻ എന്ത് ചെയ്തു വന്ന് നോക്കുന്നുണ്ട്. പക്ഷേ നത്തിങ് കുഡ് സ്റ്റോപ്പ് തരുൺ. പക്ഷെ ആർക്കും എന്ത് ചെയ്തില്ല, തരുണിനെ നിർത്താൻ സാധിച്ചില്ല. എന്ന് വെച്ചാൽ സൂര്യൻ ഉദിച്ചു വന്നിട്ട്, സൂര്യൻ ഉദിച്ചു വന്നാൽ എന്താ ഉണ്ടാവുക? നല്ല ചൂടുണ്ടാവില്ല. അപ്പം അത്രയും ചൂടുണ്ടായിട്ട് എന്ത് ചെയ്യുന്നില്ല, തൻ്റെ റേജ് അല്ലേ, തൻ്റെ ആ കോപം, ആ ദേഷ്യം എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല, അടങ്ങുന്നില്ല. നത്തിങ് കുഡ് സ്റ്റോപ്പ് തരുൺ എന്നാണ് പറഞ്ഞത്. ഓക്കെ. ആഫ്റ്റർ അബൌട്ട് ആൻ അവർ he was fully exhausted and his fury having subsided. After an hour, ഒരു മണിക്കൂറിന് ശേഷം, he was fully exhausted. fully exhausted എന്ന് പറഞ്ഞാൽ എന്താണ്? exhausted meaning tired അല്ലേ? അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ടായി തരുൺ. ഒരു മണിക്കൂറായി ഓടാൻ തുടങ്ങിയിട്ട് ആ ഒരു മണിക്കൂർ ശേഷം തരുൺ എന്ത് ചെയ്തു, നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. ആൻഡ് ഹിസ് ഫറി എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞില്ല, വയലൻറ്റ് അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ വയലൻ്റ് ആയിട്ടുള്ള ആങ്കർ അല്ലേ? തൻ്റെ വയലൻ്റ് ആങ്കർ, തൻ്റെ രുദ്രകോപം അല്ലേ? ഫറി മീൻസ് വയലൻ്റ് ആങ്കർ തന്നെയാണ് കേട്ടോ, രുദ്രകോപം. ഹാവിങ് സബ്സൈഡഡ്. ഹാവിങ് സബ്സൈഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിക്കം ലെസ്, കുറഞ്ഞു. തൻ്റെ രുദ്രകോപം എന്തായി? കുറഞ്ഞു. ഹാവിങ് സബ്സൈഡഡ്, കുറഞ്ഞു വന്നു, ശാന്തമായി. ഫോർ എക്സാമ്പിൾ എന്താണ്, ഇപ്പോൾ നമ്മൾ നല്ല കലിപ്പിൽ നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ ആ കലിപ്പ് മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, നാറ്റിൻ്റെ കൂടി അപ്പോൾ ഓടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ആ കലിപ്പൊക്കെ മാറി ശാന്തമായി നമ്മൾ. അതാണ് ഉദ്ദേശം കേട്ടോ. സബ്സൈഡഡ് മീൻസ് ശാന്തമാകുക കേട്ടോ. ബിക്കം ലെസ് ആങ്കർ എന്ന് പറയാം. ഹി ത്രൂ ഹിംസെൽഫ് ഓൺ എ ബെഞ്ച് ആൻഡ് സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി. അവന് ക്ഷീണിച്ചു എന്ന് പറഞ്ഞില്ലേ, അവനെന്ത് ചെയ്തു? ഹി ത്രൂ ഹിംസെൽഫ് ഓൺ എ ബെഞ്ച്, ഒരു ബെഞ്ചിൽ പോയിരുന്നു. ആ ബെഞ്ചിൽ പോയിരുന്നാൽ എന്താ ചെയ്യുന്നത്? സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി. പാൻറ്റിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രീത്തിങ് ഹാർഡ്ലി അല്ലേ? നന്നായിട്ട് എന്ത് ചെയ്യാണ്, ശ്വാസം. ഇപ്പോൾ നമ്മൾ കുഴങ്ങി കഴിഞ്ഞാൽ നമ്മൾ നന്നായി ഓടി കഴിഞ്ഞാൽ എന്തായിട്ട് നമ്മളിങ്ങനെ നിൽക്കുമോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് ശ്വാസം നന്നായിട്ട് കൂളായിട്ട് വലിക്കാം, നമുക്ക് ശ്വാസം വലിക്കാൻ കഴിയില്ല അല്ലേ? അപ്പം എന്താണ് അറിയില്ല, അതന്നെ അങ്ങനെ ഒരു ഇതിൽ ആ മൂടുള്ളവരിക്കുക കേട്ടോ. പാൻറ്റിങ് മീൻസ് ബ്രീത്തിങ് ഹാർഡ്ലി കേട്ടോ, നന്നായിട്ട് ശ്വാസം വഹിക്കാൻ പറയും. ഓക്കെ. Then next passage. Suddenly he heard a voice at his elbow. What is it, son? പെട്ടെന്ന് അവനൊരു ബെഞ്ചിൽ ഇരിക്കാമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ആ ബെഞ്ചിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഈ മുട്ടുകൈ ഉണ്ടല്ലോ, മുട്ടുകൈൻ്റെ അടുത്തൊരു സൗണ്ട് കേൾക്കും. എന്താ സൗണ്ട്? ആ സൗണ്ട് ആ സൗണ്ടിൽ എന്താ പറയുന്നത്? വാട്ട് ഈസ് ഇറ്റ് സൺ? എന്താണ് മോനെ എന്നാണ് ആ സൗണ്ടിൽ കേൾക്കുന്നത്. വാട്ട് ഈസ് ഇറ്റ് സൺ? എൽബോ എന്ന് പറഞ്ഞാൽ എന്താണ്? മുട്ടുകൈ. അതാണ് മുട്ടുകൈൻ്റെ അടുത്ത് എന്തുന്നുണ്ട്, ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ സൗണ്ടിൽ എന്താണ് വന്നത്? വാട്ട് ഈസ് ഇറ്റ് സൺ? എന്താണ് മോനെ എന്ന് ചോദിച്ചു. Tarun turned to his left and there sat a man of about 60. തരുണ് തൻ്റെ തല എങ്ങോട്ട് തിരിച്ചു, ഇടതുവശത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരെ കണ്ടു? എ മാൻ. there sat a man. ഒരാൾ ഇരിക്കുന്നുണ്ട്. ഓഫ് about 60. 60 വയസ്സുള്ള ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. I failed in 2 subjects, he replied in a depressed tone. I failed in 2 subjects, he replied. ഞാൻ 2 വിഷയങ്ങൾക്ക് പരാജയപ്പെട്ടു, 2 വിഷയങ്ങൾക്ക് തോറ്റു. he replied. അവൻ റീപ്ലൈ കൊടുത്തു. in a depressed tone എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷമത്തോടെ എന്ന് പറയും കേട്ടോ. depressed tone മീൻസ് വിഷമത്തോടെ. ഓക്കെ. sad and without enthusiasm എന്ന് പറയാം. sad and without enthusiasm. ഓക്കെ, അതാണ് അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ്. sad and without enthusiasm. ഓക്കെ. ഇനിയിപ്പോൾ enthusiasm സ്പെല്ലിങ് അറിയുന്നുണ്ടാവില്ല അല്ലേ? ENTHUSIASM കേട്ടോ. SIASM. Then next, the man smiled sympathetically and said. ഒരു സിമ്പതിയോടെ എന്ത് ചെയ്തു? തൻ്റെ അടുത്തിരിക്കുന്ന ആൾ തന്നോട് ചിരിച്ചു. ആൻഡ് സെഡ്. പിന്നെ അദ്ദേഹം പറയാം, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് മൈ ബോയ്.
ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞതായിരിക്കും എൻ്റെ മോനെ എന്ന് പറഞ്ഞു. ബൈ ദ വേ, അതൊക്കെ പോട്ടെ. ബൈ ദ വേ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊക്കെ പോട്ടെ, ലിവ് ഇറ്റ്. ഐ ആം റാം നാരായൺ. ഞാൻ ആരാണ്? റാം നാരായൺ എന്ന് അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തി. ഓക്കെ. ആൻഡ് യു ആർ വൺ ഓഫ് ദി ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓട്ടക്കാരനാണ് ആര്? നീ എന്ന് അദ്ദേഹം തരുണിനോട് പറയണം. യു ആർ വൺ ഓഫ് ദി ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഓട്ടക്കാരനാണ് ആരെന്ന് പറഞ്ഞു? തരുൺ എന്ന് തരുണിനോട് ആര് പറയാണ്? തൻ്റെ അടുത്തിരിക്കുന്ന റാം നാരായൺ പറയാം. അതിൽ തരുൺ റാം നാരായൺ അല്ലേ? അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ ഒരു എന്താണ് ഇൻവെർട്ട് കോമ്പിനേഷൻ ചെയ്തല്ലേ? അത് തുടങ്ങിയില്ലേ അല്ലേ? റാം നാരായൺ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് അവിടെ. റാം നാരായൺ അല്ലേ? രാം നാരായണോ അല്ലേ? അപ്പോൾ നമ്മുടെ അടുത്തേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം? നമുക്ക് കുറേ കാലത്തിന് ശേഷം സച്ചിൻ ടെണ്ടുൽക്കർ വന്നിരിക്കുകയായിരിക്കാം. സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് പ്ലെയർ. അപ്പോൾ ആ ക്രിക്കറ്റ് പ്ലെയർ പെട്ടെന്ന് നമുക്ക് ഓടിയില്ല, പ്രായമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു ഞാനാണ് സച്ചിൻ എന്ന് പറഞ്ഞു. സച്ചിനോ? നിങ്ങളോ സച്ചിനോ അല്ലേ? അതേപോലെ ട്യൂണാണ് ആരിട്ട് ഇവിടെ നമ്മുടെ തരുൺ ഇട്ടത്. ഓക്കെ. Are you the same Ram Narayan who won an Olympic medal in 400-meter race in the 1960s? അല്ലേ? 1960കളിൽ 400 മീറ്ററിന് അല്ലേ ഒളിമ്പിക് മെഡൽ കിട്ടിയ, ഒളിമ്പിക് മെഡലിന് വിജയിയായ ആ രാം നാരായൺ ആണോ നിങ്ങൾ എന്ന് ചോദിച്ചു. Tarun could not hide his excitement. അല്ലേ? തൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർ ഇമോഷൻ ഓർ ഡിസയർ അല്ലേ? തൻ്റെ എക്സൈറ്റ്മെൻറ്റ് അല്ലേ, ഓവറായിട്ടുള്ള ആ വികാരം തനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? തനിക്ക് ഹൈഡ് ചെയ്യാൻ അല്ലെ ഒളിപ്പിച്ച് വെക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളാണോ അല്ലേ ആ 1960 ഒളിമ്പിക് മെഡൽ നേടിയ 400 മീറ്ററിന് ഒളിമ്പിക് മെഡൽ നേടിയ ആൾ നിങ്ങളാണോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ. യെസ്, ദാറ്റ് കെയിം ദ റിപ്ലൈ. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? റിപ്ലൈ വന്നു. യെസ്, ദാറ്റ് കെയിം ദ റിപ്ലൈ. Tarun was dazzled. അല്ലേ? ഹി ബിക്കം വാണ്ടേഡ്. അത്ഭുതപ്പെട്ടു പോയി അല്ലേ? ബിക്കം വാണ്ടേഡ്. തൻ്റെ എന്താണ്? താനാകെ അന്തം വിട്ടു പോവുക, അല്ലെങ്കിൽ കണ്ണും ചിമ്മി പോവുക എന്നൊക്കെ പറയും കേട്ടോ. സൺ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദ പാസ്റ്റ് 45 minutes. കണ്ടിന്യൂ റാം നാരായൺ. കഴിഞ്ഞ 45 മിനിറ്റായി ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു? നിന്നെ വാച്ച് ചെയ്യുന്നു, നിന്നെ ശ്രദ്ധിക്കുന്നു. ആൻഡ് ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു. നിന്നിൽ ഞാൻ നല്ലൊരു ഭാവി കാണുന്നു അല്ലേ? ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്നിൽ ഞാൻ നല്ലൊരു ഭാവി കാണുന്നു എന്ന് പറഞ്ഞു. ഓക്കെ. നെക്സ്റ്റ്, ടറൻ കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ് അല്ലേ? എന്താണ്? തരുൺ കുഡ് നോട്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? തരുണിന് തൻ്റെ ആശ്ചര്യം പിടിച്ചു നിർത്താനായില്ല, തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ബട്ട് ബ്ലഷ്, തൻ്റെ മുഖം എന്ത് ചെയ്തു? ആകെ ചുവന്നു. All you need to do is keep that passion burning in you and never give up. അല്ലേ? ഇതെന്താണ് ഈ പറഞ്ഞത്? ഇത് ആരാ പറഞ്ഞതെന്നറിയോ? ഇത് രാം നാരായൺ പറഞ്ഞു കൊടുക്കുകയാണ്. ആരോട്? തരുണിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുത്തത്? All you need to do is keep that passion. അല്ലേ? തനിക്ക് നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പാഷൻ എന്ത് ചെയ്യാൻ പാടില്ല? നീ കൈവിടാൻ പാടില്ല അല്ലേ? ദാറ്റ് പാഷൻ ബേണിങ് ഇൻ യു. ആ പാഷൻ അതായത് നിന്നിലെരിയുന്ന ആ കനൽ അല്ലേ? ആ ഭ്രമം, നല്ലൊരു ഓട്ടക്കാരനാവണം എന്നുള്ള ഒരു തീ താര മനസ്സിലുണ്ട്, തരുണിൻ്റെ മനസ്സിലുണ്ട്. ആ മനസ്സിലുള്ള ആ തീ കനൽ പോലെയുള്ള ആ ഓട്ടക്കാരനാവണം, തനിക്കൊരു നല്ലൊരു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓട്ടക്കാരനാവണം എന്നുള്ള ആ തീ പോലെ ആ എരിയുന്ന ആ സ്വപ്നം അല്ലേ? നീ എന്ത് ചെയ്യണം? നീ അത് കീപ്പ് ചെയ്യണം, അത് കൈവിടാൻ പാടില്ല. ആൻഡ് നെവർ ഗിവ് അപ്പ്, ഒരിക്കലും പതറാനും പാടില്ല എന്ന് പറയണം. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ പതറ, തോറ്റു പോകുക എന്നൊക്കെ പറയും കേട്ടോ. ഹാവ് യു ജോയിൻ സം ട്രെയിനിങ് സ്കൂൾ? ദ മാൻ എൻകേർഡ്സ്. നീ ഏതെങ്കിലും ട്രെയിനിങ് സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആര്? ദ മാൻ എൻകേർഡ്, നമ്മുടെ രാം നാരായൺ ചോദിക്കാണ്. ഓക്കെ. യെസ്. Tarun smiled further and he seemed distraught. തരുണിൻ്റെ പുഞ്ചിരി എന്ത് ചെയ്തു? തരുണിന് ഒരു പുഞ്ചിരിച്ചിരിക്കുകയായിരുന്നു അല്ലേ? എന്ത്? രാം നാരായണാണ് ഇല്ലേ ലോകങ്ങളിൽ വെച്ച് അല്ലേ 1960 ഒളിമ്പിക് മെഡൽ നേടിയ രാം നാരായണാണ് തൻ്റെ അടുത്തിരിക്കുന്നത് ഒക്കെ എല്ലാ സന്തോഷം ഇങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്ന് നീ ഏതെങ്കിലും ട്രെയിനിങ് കോളേജിൽ
ചേർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തരുൺ എന്ത് ചെയ്തു? തരുൺ സ്മൈൽ, തരുണിൻ്റെ സ്മൈൽ പുഞ്ചിരി എന്തായി? ഫെയ്ഡഡ്, മങ്ങി. ആൻഡ് ഹി സീം ഡിസ്ട്രൗട്ട്, അവൻ എന്ത് ചെയ്തു? ഡിസ്ട്രൗട്ട് ആയിപ്പോയി എന്ന് പറഞ്ഞതാണ്, ആകെ അസ്വസ്ഥനായിപ്പോയി, അപ്സെറ്റായി. ഡിസ്ട്രൗട്ട് മീൻസ് അപ്സെറ്റ് ആയിപ്പോയി, അസ്വസ്ഥനായി. എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ് സർ. ഒരു ട്രെയിനിങ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ചിലവുള്ള കാര്യമാണ്, എക്സ്പെൻസീവാണ്. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് ചിലവുള്ള കാര്യമാണെന്ന് പറഞ്ഞു. ആൻഡ് ഐ ആം അൺഎംപ്ലോയിഡ്, ഞാനൊരു തൊഴിലില്ലാത്ത ആളാണ്. സെറ്റ് തരുൺ, ഫീലിംഗ് ഹാപ്പി ദാറ്റ് ഹി കുഡ് ജോബ് ഈവൻ ഇൻ ദീസ് സർക്കംസ്റ്റാൻസസ്. അല്ലേ, താനൊരു ജോലി ഇല്ലാത്ത ആളാണെന്ന് പറയാൻ തരുൺ എന്താണ്? ഒരു കോമഡി അടിച്ചാണിത് അല്ലേ, ഈ സമയത്ത് പോലും അല്ലേ. എന്താണ്? ഫീലിംഗ് ഹാപ്പി അല്ലേ, തനിക്ക് ഒരു സന്തോഷത്തിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യണത്? ഫീലിംഗ് ഹാപ്പി ദാറ്റ് ഹി കുഡ് ജോബ് ഈവൻ ദീസ് സർക്കംസ്റ്റാൻസസ്. ഈ സാഹചര്യത്തിലും ഈ അവസ്ഥയിലും അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവന് ഒരു കോമഡി രീതിയിലാണ് പറഞ്ഞത് അല്ലേ. ട്രെയിനിങ് സ്കൂൾ എന്താണ്? അത്യാവശ്യം എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു അല്ലേ. എനിക്ക് തൊഴിലൊന്നും ഇല്ലാതെ പറഞ്ഞു. അപ്പോൾ അവന് തൊഴിലിന് പോകാൻ പ്രായമായിട്ടില്ല എന്ന് ആർക്കറിയാം? നമുക്കറിയാം, തരുണിനറിയാം. പക്ഷെ അവൻ എന്ത് ചെയ്താണ്? ചോക്ക് ചെയ്താണ് കേട്ടോ, ഒന്ന് വിറ്റടിച്ചാണ്. ഓക്കെ, ഈവൻ ഇൻ ദീസ് സർക്കംസ്റ്റാൻസ്, ഈ സാഹചര്യത്തിൽ പോലും അല്ലേ. ഇപ്പോൾ തരുൺ എന്താണ്? പൈസ ഉണ്ടെങ്കിൽ തരുണിൻ്റെ സ്വപ്നം നടക്കുമായിരുന്നില്ല, തരുണിനും അറിയാം, എല്ലാവർക്കും അറിയാം അല്ലേ. ഓക്കെ, ബട്ട് രാംനാരായൺ സീം പ്രെറ്റി സീരിയസ്. പക്ഷേ തരുണ് അത് തമാശ രീതിയിലാണ് പറഞ്ഞെങ്കിലും രാംനാരായൺ എന്താണ്? പ്രെറ്റി സീരിയസ്, വളരെ സീരിയസ് ആയിട്ടാണ് എന്ത് ചെയ്തത്? അത് പറഞ്ഞത്. പ്രെറ്റി സീരിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സീരിയസ് ആയിട്ട്, ഗൗരവമായിട്ടെന്ന് പറയും കേട്ടോ. ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട്, ബട്ട് ഐ പുട്ട് ഫോർവേഡ് എ കണ്ടീഷൻ. നിനക്ക് വേണമെങ്കിൽ ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു നിബന്ധന ഉണ്ട്. എന്താ നിബന്ധന നോക്കാം അല്ലേ. വാട്ട് ഈസ് യുവർ കണ്ടീഷൻ? തരുൺസ് വോയിസ് ഷൗട്ട് ക്യൂരിയോസിറ്റി ആൻഡ് ആങ്സൈറ്റി. അല്ലേ, വളരെ ആകാംക്ഷയോടെയും അല്ലേ പരിഭ്രാന്തിയോടെ എന്ത് ചെയ്തു? തരുണ് എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ എന്ന് ചോദിച്ചു അല്ലേ. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാംക്ഷ. ആങ്സൈറ്റി എന്ന് പറഞ്ഞാലോ പരിഭ്രാന്തി എന്നൊക്കെ പറയും കേട്ടോ. ദർ ഈസ് എ റേസ് ഓൺ ചിൽഡ്രൻസ് ഡേ അറ്റ് നെഹ്റു സ്റ്റേഡിയം. ചിൽഡ്രൻസ് ഡേയിൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു റേസ് നടക്കുന്നുണ്ട്, ഒരു മത്സരം നടക്കുന്നുണ്ട്. രാംനാരായൺ പറയാണ് കേട്ടോ. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കോമ്പീറ്റിംഗ് ദർ. നിൻ്റെ പ്രായത്തിലുള്ള കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്? അവിടെ മത്സരിക്കുന്നതെന്ന് പറഞ്ഞു. ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദാറ്റ് റേസ്, നീ ആ റേസിൽ പങ്കെടുത്ത്, നീ ആ മത്സരത്തിൽ പങ്കെടുത്ത് അത് വിജയിച്ചാൽ, ഐ പ്രോമിസ്, ഞാൻ നിനക്ക് ഉറപ്പ് നൽകുന്നു, ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു, സെറ്റ് രാംനാരായൺ. ഞാൻ നിനക്ക് പരിശീലനം തുടങ്ങും, അതായത് നിനക്ക് ഞാൻ പരിശീലനം നൽകും. അതായത് ചിൽഡ്രൻസ് ഡേയിൽ നടക്കുന്ന ആ റേസിൽ തരുൺ ജയിക്കുകയാണെങ്കിൽ രാംനാരായൺ എന്ത് ചെയ്യും? തരുണിനെ ട്രെയിൻ ചെയ്യുമെന്ന് പറയും. അതാണ് പറയുന്നത്, അതാണ് കണ്ടീഷൻ കേട്ടോ. ദർ ഇസ് നോ ബിഗ് ഡീൽ, അതൊരു വലിയ സംഭവം എന്നല്ല എന്ന് തരുൺ എന്ത് ചെയ്യാണ്? ഐ ക്യാൻ ഡു ഇറ്റ്, കാൻഡ് ഐ? എനിക്കത് ചെയ്യാൻ കഴിയും, എനിക്കത് കഴിയില്ലേ? തോട്ട് തരുൺ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ദാറ്റ് ഇസ് നോട്ട് എ ബിഗ് ഡീൽ എന്ന് പറഞ്ഞാൽ അതാണ്, അത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല. എനിക്കത് ചെയ്യാൻ കഴിയില്ലേ? എനിക്കത് ചെയ്യാൻ കഴിയും, എനിക്കത് ചെയ്യാൻ കഴിയില്ല. ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. കണ്ടായി, എനിക്കത് കഴിയില്ലേ എന്ന് തരുൺ സ്വയം ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഐ വിൽ സർ, ഓക്കെ എന്ന് പറയണം. എന്താണ്? ഞാൻ ചെയ്യും, ഞാൻ വിജയിക്കും സർ എന്ന് പറഞ്ഞു. He heard himself saying with complete conviction. അല്ലേ, ഒരു കംപ്ലീറ്റ് കൺവിക്ഷനോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? അവനത് പറയുന്നത് അല്ലേ. കംപ്ലീറ്റ് കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവിക്ഷൻ, ദൃഢബോധം. ഫിം ബിലീഫ് എന്ന് പറയും. ഫിം ബിലീഫ്, FIRM, ഫിം ബിലീഫ്, BELIEF, ഫിം ബിലീഫ് എന്ന് പറയും കേട്ടോ. ദൃഢബോധം എന്ന് പറയും, ദൃഢവിശ്വാസം എന്നൊക്കെ പറയില്ല നമ്മളത് തന്നെ. ഫൈൻ ബോയ്, നല്ല കാര്യം കുട്ടി. ഇറ്റ് ഈസ് മൈ ജോബ് ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ് ആൻഡ് റിമെമ്പർ യുവേഴ്സ് ടു വിൻ ഇറ്റ്. ഇറ്റ് ഈസ് മൈ ജോബ്, അതെൻ്റെ പണിയാണെന്ത്? ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ് ആൻഡ് റിമെമ്പർ യുവേഴ്സ് ടു വിൻ ഇറ്റ്. അതെൻ്റെ ജോലിയാണ്. രാംനാരായൺ പറയണത് ആ റേസിൽ പങ്കെടുക്കാനുള്ള അല്ലേ എൻട്രി പാസ് തരിക എന്നുള്ളത് അല്ലേ, അത് എൻ്റെ പണിയാണ്. പക്ഷേ എന്താണ്? ആൻഡ് എന്ത് ചെയ്തുകൂടെ? റിമെമ്പർ, നീ ഓർക്കണം. യുവേഴ്സ് ടു വിൻ, നീ ജയിച്ചേ പറ്റൂ, നീ ജയിക്കണം അല്ലേ. ജയിച്ചിട്ട് എന്ത് ചെയ്തു? ഞാൻ എൻട്രി പാസ് ഒക്കെ എടുത്തതിൻ്റെ കാര്യം ഉണ്ടാവുള്ളൂ എന്ന് പറയാണ് കേട്ടോ. ടെൽ മീ, പറയൂ. വാട്ട് ഈസ് യുവർ നെയിം? ആസ്ക്ഡ് രാംനാരായൺ. അല്ലേ, ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല രാംനാരായൺ തൻ്റെ പേര് ചോദിച്ചിട്ടില്ലായിരുന്നു കേട്ടോ.
ടെൽ മീ വാട്ട്സ് യുവർ നെയിം അല്ലേ, നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. ആസ്ക്ഡ് രാംനാരായൺ. രാംനാരായൺ നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഓക്കെ. തരുൺ. തരുൺ കപൂർ സർ. തരുൺ എന്താണ്? തരുൺ കപൂർ എന്നാണ് എൻ്റെ പേര് സർ എന്ന് പറഞ്ഞു. തരുൺ, ഐ വിൽ മീറ്റ് യു ഹിയർ ആഫ്റ്റർ 5 days ടു ഗോ യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ്സ്. അല്ലേ, എന്താ പറയണത്? തരുൺ, ഐ വിൽ മീറ്റ് യു ഹിയർ ആഫ്റ്റർ 5 days ടു ഗിവ് യു യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ്. അല്ലേ, എന്താണ് ഇവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യാം, 5 ദിവസത്തിന് ശേഷം നമുക്ക് കാണാം. എന്തിന്? നിനക്ക് അതിൽ പാർട്ടിസിപ്പേഷൻ ഉള്ള, അതിൽ പങ്കെടുക്കാനുള്ള ആ കാർഡ് വേണ്ട പങ്കെടുക്കാൻ റേസിൽ, ആ കാർഡ് തരാൻ ഞാൻ അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു. സെറ്റ് രാംനാരായൺ ആൻഡ് ലെഫ്റ്റ്. ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? രാംനാരായൺ പോയി. ഓൺ ദ വേ ഹോം തരുൺ തോട്ട് ദാറ്റ് ഇഫ് ഹിസ് ഫാദർ ഹാഡ് നോട്ട് സ്കോൾഡഡ് ഹിം. പോകുന്ന വഴിക്ക് അവനിങ്ങനെ ചിന്തിക്കുകയാണ്, അല്ലേ, തൻ്റെ ഫാദർ തന്നെ സ്കോൾഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലെയിം ചെയ്യുക, വഴക്ക് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഹി വുഡിൻ ഹാവ് ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി. തനിക്ക് ഈ അവസരം കിട്ടില്ലായിരുന്നു. കാരണം തൻ്റെ ഫാദർ വഴക്ക് പറഞ്ഞതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അവന് ദേഷ്യപ്പെട്ടത്. അല്ലേ, ആ ദേഷ്യം മാറാൻ വേണ്ടി അവൻ പാർക്കിലൂടെ ഓടുന്ന സമയത്താണ് എന്ത് ചെയ്തത്? അല്ലേ, ഭാഗ്യവശാൽ രാംനാരായണൻ തന്നെ മീറ്റ് ചെയ്തത്. അല്ലേ, അപ്പോൾ തൻ്റെ ഫാദർ തന്നെ വഴക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ തനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടില്ലായിരുന്നു. അവനിങ്ങനെ പോകുന്ന വഴിക്ക് ചിന്തിക്കാൻ. ഓക്കെ. ദ നെക്സ്റ്റ് ഡേ ബ്രോട്ട് എ ന്യൂ റേ ഓഫ് ഹോപ്പ്. എന്താണ് നെക്സ്റ്റ് ഡേ? അടുത്ത ദിവസം. അല്ലേ, എ ന്യൂ റേ ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീക്ഷയുടെ മറ്റൊരു ദിനം കേട്ടോ. റേ ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീക്ഷയുടെ മറ്റൊരു ദിനം, അല്ലെങ്കിൽ കിരണം എന്നൊക്കെ പറയും. റേ എന്ന് പറഞ്ഞാൽ എന്താണ്? കിരണം. ഓക്കെ. ടെറൻ ഗോട്ട് അപ്പ് ഏർലി. തരുൺ നേരത്തെ എഴുന്നേറ്റു. ഹാഡ് മിൽക്ക്. പാല് കുടിച്ചു. ആൻഡ് ബിഫോർ ഹിസ് മദർ കുഡ് ഫിനിഷ് ഹെർ ക്വറി on what he was up to, he ran out and went to the Nehru Stadium to check the details of the race. He was very happy indeed. അല്ലേ, എന്താണ്? ബിഫോർ ഹിസ് മദർ കുഡ് ഫിനിഷ് ഹെർ ക്വറി. അല്ലേ, എന്താണ്? തൻ്റെ മദർ എന്ത് ചെയ്തു? അന്വേഷിച്ചു. അല്ലേ, എന്താണ്? തരുൺ എന്താണ്? എന്താ പരിപാടി എന്ന്? നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും പരിപാടി, പ്രത്യേകിച്ച് പുതിയൊരു പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ ചോദിക്കും എങ്ങോട്ടാ പോകണോ ചോദിക്കില്ല. അതേപോലെ എന്ത് ചെയ്തു? തരുണിൻ്റെ മദർ തന്നോട് ചോദിച്ചു. Then he was up to, then he ran out. അവൻ ഓടി അങ്ങോട്ട്. and went to the Nehru Stadium. അല്ലേ, അവന് നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഓടാണ്. to check the details of the race. ആ റേസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അവന് നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഓടി. he was very happy indeed. അല്ലേ, he was very happy indeed. അല്ലേ, of course തീർച്ചയായും അവൻ എന്താണ്? നല്ല സന്തോഷത്തിലാണ്. ആര്? നമ്മുടെ തരുൺ. അപ്പോൾ തരുൺ എന്ത് ചെയ്തിട്ടുണ്ട്? നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ട്. അല്ലേ, തൻ്റെ റേസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാൻ വേണ്ടി പോയതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പേജ് വരെയുള്ള നമ്മുടെ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് എഴുതിയിട്ട് സാറിന് ഇന്ന് തന്നെ ക്ലാസ് കണ്ടാൽ ഇന്ന് തന്നെ എന്ത് ചെയ്യുക? പെട്ടെന്ന് അയച്ചു തരിക. ഓക്കെ. നമുക്ക് ക്ലാസ്സിന് എന്ത് ചെയ്യാണ്? ക്ലാസ്സുകൾക്ക് അങ്ങനെ മുടങ്ങി പോകുന്നില്ല. ഇപ്പോൾ ശനി ഞായർ മാത്രമേ ക്ലാസ് ഇല്ലാതാവുള്ളൂ. ഇനി നിങ്ങൾക്ക് നമ്മൾ ശനിയാഴ്ചയും കൂടി ക്ലാസ് ഇടാനുള്ള പരിപാടി നമ്മൾ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കൊറോണ സാഹചര്യത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ഓൺലൈൻ ക്ലാസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ നിസ്സാറാക്കി കളയാൻ പാടില്ല. നിസ്സാറാക്കി കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് എന്ത് ദോഷം കേട്ടോ. അപ്പോൾ ക്ലാസ് കറക്റ്റ് കണ്ടിട്ട് എന്ത് ചെയ്യുക? എല്ലാവരും നോട്ട് കറക്റ്റ് സമയത്ത് എഴുതി അയച്ചു തരിക. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.